സമപ്രായക്കാരായ കുട്ടികളെല്ലാം ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുമ്പോഴും സ്വന്തം വീട് പുലർത്താനായി ഓട്ടോ ഓടിച്ച് വരുമാനം കണ്ടെത്തുകയാണ് ഈ പെൺകുട്ടി. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അലീഷ ജിൻസൺ എന്ന ഒരു മിടുക്കി പെൺകുട്ടിയെയാണ്. മഞ്ഞുമൽക്കാരുടെ സ്വന്തം മഞ്ഞുമൽ ഗേൾ. ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ വർക്ക് ഉണ്ട്. നമ്മൾ വീട് ഫ്ലാറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചേട്ടനും പപ്പയും കൂടെ ആയിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അത് സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ പപ്പ മെഷീനും പിടിച്ചിട്ട് പപ്പ പോവും. അപ്പോൾ ചേട്ടൻ നോക്കിയപ്പോൾ പട്ടി വട്ടം ചാടിയപ്പോഴേക്കും പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും പപ്പ നേരെ പൊങ്ങി താഴത്തോട്ട് വീണ്. അപ്പോൾ പപ്പ അവിടെ നട്ടലിനും അതേപോലെ തന്നെ ഷോൾഡറിനും എല്ലിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് പപ്പക്ക് പിന്നീട് വർക്ക് ചെയ്യാനോ വണ്ടി ഓടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലുണ്ടായി. അതുകൊണ്ട് 3 മാസത്തോളം ഫുൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡിസംബറൊക്കെ ആയപ്പോഴേക്കും ലൈസൻസ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് സെപ്റ്റംബറൊക്കെ ആയപ്പോഴേക്കും ലേണേഴ്സ് എടുത്തപ്പോൾ ഞാൻ ഓട്ടോ ഓടിച്ച് പഠിച്ച് പപ്പനെ ഇരുത്തി ഓട്ടോ ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒക്ടോബർ നവംബർ ഡിസംബർ ആയപ്പോഴേക്കും മമ്മിക്കും ന്യൂമോണിയ പോലെ വന്ന് അപ്പോൾ അത് TB ആയി. അപ്പോൾ ഭയങ്കര ഹെവി സ്റ്റേജ് ആയതുകൊണ്ടും അമൃത ഹോസ്പിറ്റലിൽ ഒരു 2 ആഴ്ചത്തോളം അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത് അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയായിട്ട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് ഒരൊറ്റയ്ക്ക് യാത്ര പോയി. അപ്പോൾ ചേട്ടൻ്റെ കാക്കയല്ല ചേട്ടൻ്റെ ഷർട്ടായിരുന്നു ഇത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയ കാക്കില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ആദ്യം പപ്പയുടെ ഷർട്ടാണ് ഇട്ടേ. പക്ഷേ അത് ലൂസ് ആയതുകൊണ്ട് ഞാൻ മാറ്റി ചെയ്തിട്ട് അങ്ങനെ ഞാൻ പോയി. ആദ്യം നോക്കിയപ്പോഴും ഒരു 300-400 റേഞ്ച് കിട്ടി. ഞാൻ മമ്മിയുടെ പറഞ്ഞു, അങ്ങനെ മമ്മി ഞാൻ ഇനി ഓട്ടം പോയി തുടങ്ങട്ടെ, അതാകുമ്പോൾ നമുക്കൊരു ദിവസത്തെ ഫുഡിന് ഞങ്ങൾ വക ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഓട്ടം പോയി തുടങ്ങി. പിന്നെ ഊബറായി. അന്നെന്ന് പറഞ്ഞാൽ മമ്മി ഹോസ്പിറ്റലായതുകൊണ്ടും ഒന്നും ഉണ്ടാക്കാനോ എന്ത് മേടിക്കാനുള്ള ഫണ്ട് പോലും കാര്യം ഉണ്ടായില്ല. കാരണം ഭക്ഷണത്തിന് പോലും ഒരു വക ഉണ്ടാകാത്ത ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ആരോടും ചോദിക്കാൻ വരെ മടിയാണ്. കാരണം എങ്ങനെ നമ്മുടെ അവസ്ഥ മറ്റൊരാളോട് പറയും. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ലായിരുന്നു അന്നത്തെ സാഹചര്യമൊക്കെ. അങ്ങനെയാണ് ഞാൻ ഓട്ടോ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഫണ്ട് കിട്ടി. അന്നത്തെ ദിവസത്തെ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ മേടിച്ച്, ഞാൻ തന്നെ ഉണ്ടാക്കി ഫുഡായിരുന്നു. നമ്മൾ റിസ്ക് എടുത്ത്, പക്ഷേ റിസ്ക് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ജീവിക്കാൻ വേണ്ടി ഓരോ റിസ്ക് എന്ന് പറയുമല്ലോ, അതന്നെ. മഞ്ഞുമൽ ഗേൾ എന്ന് പേരിടാൻ കാരണം ഞാൻ ഇവിടെ വെച്ച് തന്നെ വീഡിയോ വന്നതിന് ശേഷം 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്ക് പേരിടാത്തതുകൊണ്ട് ഇവിടെ തന്നെ വീഡിയോ ഇട്ട് ആൾക്കാരുടെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ട് പേരിടാന്ന് ഓർത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ മാക്സിമം റീച്ചുള്ള പേര് ഏതാണോ അത് ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു മഞ്ഞുമൽ ഗേളൊന്നും ഇടാമെന്ന് പറഞ്ഞു. കാരണം മഞ്ഞുമൽ ബോയ്സ് ഉള്ള പോലെ മഞ്ഞുമൽ ഗേളൊന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. 2 മെയിൻ അംബിഷൻ പറഞ്ഞാൽ ഹെവി എടുക്കണം, ബസ് ഓടിക്കണം, നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ് അതൊക്കെ ഓടിക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. ആദ്യം കയറുന്ന കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും കയറുമ്പോൾ തന്നെ മോൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നിട്ടാണ് ചോദിക്കണം. മോൾക്ക് നല്ല മോനെന്നാണ് ചോദിക്കാറ്. കാരണം ഞാൻ ഇങ്ങനെ പോയി കട്ട് ചെയ്തും ആണുങ്ങളുടെ കോസ്റ്റ്യൂമിലാണ്. കാരണം നമ്മുടെ സേഫ്റ്റി ഒന്നും ഞാൻ രാത്രി ആയത് പോയതുകൊണ്ട് ഞാൻ മെയിനായിട്ട് മുടി കെട്ടിയത് ആണുങ്ങളെ പോലെ തന്നെ ഞാൻ നടക്കാറ്. ഈ പേരിടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആദ്യം വന്ന് ചോദിക്കും, എടാ മോനെ നീ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ മോനല്ല ഏട്ടാ മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ കമൻറ്റ് സെക്ഷൻ മൊത്തം മോനല്ല മോളാണ്, അതാണ് ഹൈലൈറ്റ് എന്നും പറഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ഡയലോഗായിട്ട് തന്നെ ഡയലോഗ് എടുത്ത് ഞാൻ മോനല്ല ഏട്ടാ മോളാണ്. അങ്ങനെ ഞാൻ ഓർത്ത് ഇങ്ങനെ പേരിടാം എന്ന് ഓർത്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ആൾക്കാർ വന്ന് ചോദിക്കും, ഇത് നോക്കി വരും. അത് നമുക്ക് മിററിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇത് നോക്കി വന്നിട്ട് എടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഹായ് കാണിക്കും. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടതായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡയലോഗൊക്കെ. +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഓട്ടോ ഓടിച്ച് തന്നെയാണ് എൻ്റെ +2ൻ്റെ ഫീസും ഞാൻ അടച്ച് പരീക്ഷ എഴുതിയതൊക്കെ. വീഡിയോ വൈറലാവണതും അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ, എനിക്കൊരു വാക്ക് ഞങ്ങളുടെ അടുത്ത് പറയാമായിരുന്നില്ലേ. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഞാൻ ഇങ്ങനെ ഒരു ഓട്ടോ ഓടിക്കാൻ പോയപ്പോഴേക്കും എനിക്കറിയാൻ പാടില്ല, ഇങ്ങനെ സങ്കടമാവേണ്ട കാര്യം ശരിക്കും പറഞ്ഞില്ല. ഇതും ഒരു തൊഴിലാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ടീച്ചർമാരൊക്കെ ഭയങ്കര കണ്ട് ഇവളെ കണ്ടു പഠിക്കണം, ഇവൾ ഈ പ്രായത്തിൽ ഓട്ടോ ഓടിച്ച് കിടക്കണം കണ്ടില്ലേ, നിങ്ങളൊക്കെ ഈ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. മിനിസ്റ്റർ ശിവൻകുട്ടി സാർ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു നീയാണ് ബ്രാൻഡ് അംബാസിഡർ. അതുപോലെ തന്നെ എനിക്കൊരു മൊമെൻറ്റം പോലെ ടീഷർട്ടും തന്നിട്ടുണ്ടായിരുന്നു കേരള സവാരിയുടെ. ആദ്യം നിങ്ങൾക്ക് ക്ലീനിങ് ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ സർവീസൊക്കെ ഇപ്പം അലീഷ തന്നെയാണോ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ 11 വർഷമായിട്ട് ഇത്രയും നാൾ മമ്മിയും പപ്പയും കൂടി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചാൽ നമുക്ക് സോഫ ക്ലീനിങ്, അങ്ങനെ കാർപ്പറ്റ് ക്ലീൻ, അങ്ങനത്തെ വർക്കുകളൊക്കെ ഞങ്ങൾ എടുക്കണേ. അപ്പോൾ കുറച്ച് ഈ 1.5 വർഷമായിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടിയായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ക്ലീൻ ഡ്രസ് എന്നാണ് പേര്. അത് നമ്മളിപ്പോൾ ഇൻഫോ പാർക്ക് സദർലാൻഡൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അലീഷ ഒരു കലാകാരി കൂടിയാണ്. സ്കൂൾ വൈസായിട്ടുള്ള ഇതിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റിനും അതേപോലെ തന്നെ അഭിനയത്തിനൊക്കെ. അങ്ങനെയുണ്ട്. പാട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു നാടൻ പാട്ട് പാടിയിട്ട് ഇൻസ്റ്റ പോസ്റ്റിട്ടപ്പോഴേക്കും അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നാടൻ പാട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ്. നന്നായിട്ട് ഒച്ചത്തിൽ പാടുന്ന പാട്ടുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങല കൊല പറിച്ചാട്ടെ. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങല കൊല പറിച്ചാട്ടെ. തക തക താന്തിനം തക തെയ്താരും തക ദിനം തക. എന്നാ നമുക്കൊരു ഓട്ടം പോയാലോ?